അമ്മയ്ക്ക് തീരെ ബോധമില്ലേ? അച്ഛൻ പറഞ്ഞിരുന്നു പറഞ്ഞു സ്കൂളിൽ ഒരുങ്ങിക്കെട്ടി വരാൻ. നാണം കെട്ടുപോയി ഞാൻ കൂട്ടുകാരുടെ ഇടയിൽ. അവരെല്ലാം കരുതിയിരുന്നത് അമ്മയും അച്ഛനെ പോലെയാണെന്നാണ്. കാണാനൊക്കെ ഭയങ്കര ലുക്കായിരിക്കുമെന്നാണ്. ഒക്കെ നശിപ്പിച്ചില്ലേ ഒരുങ്ങിക്കെട്ടി വന്നിട്ട്. പോരാൻ തോന്നിയപ്പോൾ ഒന്ന് കണ്ണാടി നോക്കിയിരുന്നേൽ എനിക്കിങ്ങനെ നാണം കെടേണ്ടി വരില്ലായിരുന്നു അവരുടെ ഇടയിൽ. അവർക്കെല്ലാം എന്നോട് എന്തൊരു ആരാധനയാണെന്നോ. ഞാനും അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞ് ഒക്കെ കളഞ്ഞു. ഇന്ന് ഒരുങ്ങിക്കെട്ടി വന്നിട്ട് എൻ്റെ മിസ്സുമാർ പോലും അച്ഛൻ്റെ ഫാനാണ്. അവരുടെ എല്ലാം ഡ്രീമാണ് അച്ഛൻ. തന്നെ എത്ര ചീത്ത പറഞ്ഞിട്ടും മതിയാവാതെ പിന്നെയും പിന്നെയും വായിൽ വന്നതൊക്കെ വിളിച്ചു പറയുന്ന ഗൗരിയെ ഗായത്രി നിറമിഴികളോടെ നോക്കി നിന്നു. നെഞ്ചിൽ നിന്നും ആർത്തലച്ചൊരു കരച്ചിൽ ഉരുണ്ടുകൂടി പുറത്തേക്ക് വരാൻ വെമ്പി തുടങ്ങിയിട്ട് ഏറെ നേരമായി. അവനു മുൻപിൽ, അവൻ്റെ വാക്കുകൾക്ക് മുൻപിൽ ഇനി ഒരിക്കലും കണ്ണു നിറയ്ക്കുകയോ കരയുകയോ ചെയ്യില്ല എന്ന് മനസ്സിൽ കുറച്ച് ദിവസം മുമ്പേ ഉറപ്പിച്ചതാണ്. പക്ഷെ പലപ്പോഴും കണ്ണ് ചതിക്കും, അറിയാതെ തന്നെ നിറയും. നൊന്ത് പ്രസവിച്ച മകനാണ്. നിറം കുറഞ്ഞ് ഭംഗിയില്ലാത്ത അമ്മ വേണ്ട തനിക്കെന്ന് പറയുന്നത്, അമ്മ നാണക്കേടാണെന്ന് പറയുന്നത്, തൻ്റെ സ്കൂളിലോ കൂട്ടുകാർക്കിടയിലോ എവിടെയും ഇനി മേളിൽ വരരുത് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത്, അവൻ എവിടെയും അച്ഛൻ മാത്രം മതി, അവൻ്റെ സ്വന്തമായിട്ടെന്ന് പറഞ്ഞു കേട്ടപ്പോൾ നീറ്റൽ പടർന്നത് ഒരിക്കൽ അവനെ ചുമന്ന ഗർഭപാത്രത്തിലാണ്. വിങ്ങി വേദനിച്ചത് അവനായി പാൽ ചുരന്ന മാറിടങ്ങളായിരുന്നു. 15 വയസ്സുള്ള മകനാണ്. അമ്മയെ ഒന്നിനും കൊള്ളില്ല, നാണക്കേടാണ് എന്ന് പറഞ്ഞ് തന്നെ താഴ്ത്തിക്കെട്ടി എപ്പോഴും സംസാരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ പൊട്ടിവന്ന കരച്ചിലടക്കി അവൾ റൂമിലേക്ക് നടന്നു. മുറിയിലെ ഡ്രസ്സിംഗ് ടേബിളിലുള്ള കണ്ണാടിയിൽ പിന്നെയും പിന്നെയും തിരിഞ്ഞും മറിഞ്ഞു നോക്കി നിന്നു കൃഷ്ണ. 34 വയസ്സ് ആയെന്നോ 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് താനെന്നോ ആരും പറയില്ല. തന്നെ കണ്ടാലെന്ന് ഗോപേട്ടൻ എപ്പോഴും പറയും. അധികം കൊഴുപ്പോ മേധസ്സോ ഒന്നുമില്ലാത്ത നല്ല രൂപഭംഗിയുള്ള ശരീരമാണ് തൻ്റേതെന്ന് തനിക്ക് തന്നെ അറിയാം. നൃത്തം പഠിച്ചതിൻ്റെയും പഠിപ്പിക്കുന്നതിൻ്റെയും ഗുണം. തൻ്റെ ചുണ്ടും കണ്ണും മുടിയും എല്ലാം ഭംഗിയുള്ളതാണ്. നിറം മാത്രമാണ് കറുപ്പ്. കൃഷ്ണ എന്ന പേര് പോലെ തന്നെയാണ് താൻ. തന്നെ ഗോപേട്ടൻ ഇഷ്ടപ്പെടാൻ തന്നെ കാരണം തൻ്റെ ഈ നിറമാണെന്ന് എത്രയോ പ്രാവശ്യം തന്നെ നെഞ്ചോരം ചേർത്ത് കിടത്തി പറഞ്ഞിരിക്കുന്നു. 18ാമത്തെ വയസ്സിൽ ആ ജീവിതത്തിലേക്ക് വന്നവളാണ് താൻ. 19ാം വയസ്സിൽ ഗൗരവിൻ്റെ അമ്മയായി മാറിയതിനു ശേഷമാണ് തൻ്റെ ജീവിതം കൂടുതൽ മനോഹരമായത് എന്ന് താൻ പറയുമ്പോൾ താനാണ് ഗോപേട്ടൻ്റെ ജീവിതം ഇത്രയും മനോഹരമാക്കിയതെന്ന് പറഞ്ഞ് തന്നെ ആ നെഞ്ചോരം കൂടുതൽ ചേർത്ത് പിടിച്ചിട്ടേ എന്തോ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ, താൻ പ്രസവിച്ച തൻ്റെ മോന് അമ്മയുടെ ഈ നിറവും അമ്മയെയും നാണക്കേടാണ്. ബാങ്ക് ജോലിക്കാരനായ ഗോപൻ നല്ല വെളുത്ത് ഇന്നും ആരുമൊന്ന് ശ്രദ്ധിക്കും വിധം സുന്ദരനായ ഒരുത്തനാണ്. മകൻ ഗൗരവും അതെ. ഇന്നവൻ്റെ സ്കൂളിലെ മീറ്റിങ്ങിൽ ഗോപന് പകരം കൃഷ്ണ പോയതിൻ്റെ ദേഷ്യമെല്ലാം അവളെ പറഞ്ഞു തീർത്തവൻ അവൾ ഉണ്ടാക്കിയ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ച ശേഷം തൻ്റെ മുറിയിലേക്ക് നടക്കുന്നേരം അറിഞ്ഞില്ല ഇത്ര നേരം അവൻ അമ്മയെ പറഞ്ഞതൊക്കെ കേട്ട് ആ വീടിന് പുറത്തവൻ്റെ അച്ഛൻ നിൽക്കുന്ന കാര്യം. അവൻ്റെ ഓരോ വാക്കും അവൻ്റെ അമ്മയെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവുമെന്നോർത്ത് അച്ഛൻ വേദനിക്കുന്നതും അവൻ അറിഞ്ഞില്ല. സ്കൂളിലെ ഓരോ ചെറിയ വിശേഷവും സ്നേഹത്തോടെ അച്ഛനെ കെട്ടിപ്പിടിച്ചു പറയുന്നതിനിടയിൽ സ്കൂളിലേക്ക് അമ്മ വന്നത് അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതും അവൻ ഗോപനെ അറിയിച്ചു. ഇനി അച്ഛൻ മാത്രം വന്നാൽ മതി സ്കൂളിലേക്ക്, അമ്മ വരണ്ട. അമ്മ വരുന്നത് എനിക്കും ഇഷ്ടമല്ല അച്ഛാ. നിന്റെ അമ്മയാണ് മോനെ അത്. നിനക്ക് ജന്മം തന്നവൾ, നിനക്ക് വേണ്ടി ജീവിക്കുന്നവൾ. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാതെ ഇരിക്കാൻ. മേലിൽ നിന്റെ വായിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലും ഞാൻ കേട്ടാൽ. ഗൗരവനോട് അല്പം ദേഷ്യത്തിൽ ഗോപൻ പറഞ്ഞതും അതിഷ്ടപ്പെടാതെ അവൻ ഗോപനെ വിട്ടകന്ന് സ്വന്തം മുറിയിൽ കയറി ദേഷ്യത്തിൽ വാതിലടച്ചു. ഗൗരവിൻ്റെ സംസാരവും പ്രവൃത്തിയും ഓർത്തൊരു നിശ്വാസത്തോടെ ഗോപൻ എന്തോ മനസ്സിലുറപ്പിച്ച് കൃഷ്ണയുടെ അരികിലേക്ക് നടന്നു. പതിവില്ലാത്ത വിധം തന്നിൽ കുസൃതി കാട്ടി അലയുന്ന ഗോപന്റെ കൈവിരലുകളിൽ പിടുത്തമിട്ടുകൊണ്ട് കൃഷ്ണ അവനെ കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി. എന്താണ് ഗോപേട്ട? പതിവിലധികമായൊരു സ്നേഹപ്രകടനം. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയവൾ പ്രണയപൂർവ്വം പറഞ്ഞതും ഗോപൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി. എനിക്കൊരു കുഞ്ഞിനെ കൂടി വേണം കൃഷ്ണ. എൻ്റെ കൃഷ്ണയെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞിനെ. വേണ്ടെന്ന് പറയല്ലേടി. എല്ലാവർക്കും എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. ചിലതെല്ലാം കണ്ടു തന്നെ പഠിക്കണം. കൃഷ്ണയുടെ കാതോരൻ ചുണ്ടുകൾ ഇഴച്ച് ഗോപൻ പറഞ്ഞതും അത് മനസ്സിലായ പോലെ കൃഷ്ണ ഗോപനോട് ഒട്ടിക്കിടന്നു. ഒരു പേമാരി പോലെ അവൻ അവളിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ പെയ്തൊഴിയുമ്പോൾ അവനിൽ അലിഞ്ഞു തീരുകയായിരുന്നു കൃഷ്ണ.
തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആൾക്കൂട്ടത്തിനിടയിലൂടെ മുന്നിലെ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ ഗൗരവിന് തൻ്റെ നിറയുന്ന കണ്ണുകളെ തടഞ്ഞു നിർത്താനായില്ല. പഠിച്ച സ്കൂളിൽ തന്നെ വിശിഷ്ടാതിഥിയായി വന്നിരുന്ന് എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുന്ന തൻ്റെ അനിയൻ ഗൗതമിൻ്റെ വലം കൈയിനുള്ളിൽ അവൻ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് തൻ്റെ കൂടി അമ്മയുടെ കൈകളാണ്. വെറുപ്പാണ്, ഇഷ്ടമല്ല എന്നെല്ലാം പറഞ്ഞ് ഞാൻ തന്നിൽ നിന്നും അകറ്റി നിർത്തിയിരുന്ന തൻ്റെ കൃഷ്ണ അമ്മയുടെ കൈകൾ. അമ്മയുടെ ശരീരത്തിന് മാത്രമായിരുന്നു നിറം കുറഞ്ഞിരുന്നതെങ്കിൽ തൻ്റെ മനസ്സാകെ കറുത്തതായിരുന്നുവെന്നോർത്ത് ഗൗരവ്. നിറത്തിൻ്റെ പേരിൽ ആദ്യം അമ്മയെ അകറ്റി നിർത്തിയ താൻ ഗൗതമിനെ ഗർഭിണിയായിരിക്കുന്ന അമ്മയെ എന്തൊക്കെ പറഞ്ഞാണ് വേദനിപ്പിച്ചിരുന്നതെന്ന് ഓർത്തവൻ അവനോട് തന്നെ പുച്ഛം തോന്നി. തൻ്റെ ജീവിതത്തിൽ താൻ എവിടെയെല്ലാം തൻ്റെ അമ്മയെ അകറ്റി നിർത്തിയോ അവിടെയെല്ലാം അഭിമാനത്തോടെ അമ്മയെ തന്നോട് ചേർത്ത് പിടിക്കുകയാണ് ഗൗതമെന്ന തൻ്റെ അനിയൻ. അതും സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ റാങ്ക് ജേതാവായ IAS ഉദ്യോഗസ്ഥൻ എന്ന ബഹുമതി നേടിക്കൊണ്ട്. അതിനെല്ലാം കാരണം കൃഷ്ണ എന്ന തൻ്റെ അമ്മയാണെന്ന് അഭിമാനത്തോടെ ഉറക്കെ പറഞ്ഞുകൊണ്ട്. ഇനി എത്ര താൻ തൻ്റെ അമ്മയെ തന്നോട് ചേർത്ത് നിർത്തിയാലും ഒരിക്കൽ താൻ നൽകിയ വേദനകൾക്കത് പകരമാവില്ല എന്ന തിരിച്ചറിവിൽ അവൻ്റെ കണ്ണുകൾ പിന്നെയും നിറയവേ അതെല്ലാം നോക്കി ഒരു പുഞ്ചിരിയോടെ അവനടുത്ത് തന്നെ നിന്നിരുന്നു ഗോപൻ എന്ന അവൻ്റെ അച്ഛൻ. ചില തെറ്റുകൾക്ക് പശ്ചാത്താപവും പരിഹാരവുമല്ല എന്നവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.